Hello, children. We are going to see the critical analysis of the poem Mending Wall by the famous American poet Robert Frost. As I always say, this is just a model. If you like it, follow it. Otherwise, leave it. ഒരു എബവ് ആവറേജ് സ്റ്റൈലിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മീനിങ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. So our critical analysis begins with a quote by the American professor and author Brené Brown. Daring to set boundaries is about having the courage to love ourselves even when we risk disappointing others. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു അതിര് വെക്കുന്നത് അത് തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ കാണിക്കുന്ന ഒരു ധൈര്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരെ ഡിസപ്പോയിൻ്റ് ചെയ്തേക്കാം, നിരാശപ്പെടുത്തിയേക്കാം. ബ്രെനെ ബ്രൗൺ എന്ന അമേരിക്കൻ എഴുത്തുകാരി പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു മതിൽ വെക്കണം, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നതാണ്. അതിപ്പം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അതിര് കീപ്പ് ചെയ്യണം. Mending Wall is a typical Frostian poem. ഫ്രോസ്റ്റിയൻ എന്ന് പറഞ്ഞാൽ ഫ്രോസ്റ്റിൻ്റെ കവിതകളുടെ എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ഉൾക്കൊണ്ട ഒരു കവിതയാണ് മെൻഡിങ് വാൾ എന്ന് പറയുന്നത്. ഒരു ലക്ഷണമൊത്ത കവിതയാണ്, ഫ്രോസ്റ്റിയൻ കവിതയാണ് മെൻഡിങ് വാൾ. Superficially, it presents the activity of mending wall. പുറമേ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, സർഫസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മെൻഡിങ് വാൾ എന്ന ഒരു സാധാരണ ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. രണ്ട് അയൽക്കാരിൽ നിന്ന് മതിൽ ശരിയാക്കുന്നു, അത്രേ ഉള്ളൂ. On probing deeper, it explores a complex truth, the relevance of division between human beings. ഒന്നുകൂടി നമ്മൾ ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, ആഴത്തിൽ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും? കുറച്ചുകൂടി സങ്കീർണമായൊരു സത്യം. മനുഷ്യർ തമ്മിൽ മതിലുകളുടെ ആവശ്യമുണ്ടോ, അതിരുകളുടെ ആവശ്യമുണ്ടോ? Frost's style in Mending Wall is plain, direct and conversational. ഈ DIRECT ഡയറക്റ്റ് എന്നുള്ളതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ഇറ്റ്സ് ഡയറക്റ്റ് ഇൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, ഡിറക്റ്റ് ഇൻ അമേരിക്കൻ ഇംഗ്ലീഷ്. അപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എന്ന് തന്നെ പറയാം. ഡിറക്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല കേട്ടോ. The poem revolves around two neighbors who come together every year to mend the stone wall that separates their property. ഈ കവിത രണ്ട് അയൽക്കാരെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അവർ എല്ലാ വർഷവും അവരുടെ പ്രോപ്പർട്ടിയെ തമ്മിൽ വേർതിരിക്കുന്ന ആ സ്റ്റോൺ വാൾ, മതിൽ നന്നാക്കാനായിട്ട് വരുന്നതാണ്, ഒത്തുകൂടുന്നതാണ്. The narrator is skeptical about the necessity of a wall. കോൺവെർസേഷണൽ സ്റ്റൈലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ നിന്ന് നറേറ്റ് ചെയ്യുന്ന പോലെയാണ്, ഒരാൾ നമ്മളോട് പറഞ്ഞു തരുന്നത് പോലെയാണ്. അപ്പോൾ ആ ആൾ ഇസ് സ്കെപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുള്ളാണ്, സംശയാലുവാണ്. ഒരു മതിൽ വേണോ വേണ്ടയോ എന്നുള്ള ആശങ്കയിലാണ് അദ്ദേഹം. He thinks that even nature itself does not want this wall. അദ്ദേഹം ചിന്തിക്കുന്നത് എന്തെന്നാൽ പ്രകൃതിക്ക് പോലും ഈ ഒരു മതിൽ താല്പര്യമില്ല. He refers to how the nature sends the frozen ground swell under it and spills the upper boulders in the sun. അദ്ദേഹം വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് തണുത്തുറഞ്ഞ ഭൂമി വീർത്ത് വരികയും അതിൻ്റെ തൊട്ടു മുകളിലത്തെ മതിലിലുള്ള കല്ലുകളെല്ലാം ഉരുണ്ട് താഴെ പോവുകയും ചെയ്യുന്നത് എന്നുള്ളത്. ഇതൊക്കെ മെൻഡിങ് വാൾ എന്ന കവിത എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അനാലിസിസ് എഴുതുമ്പോൾ ക്രിട്ടിക്കൽ സമ്മറിയൊക്കെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ആ കഥ ഇങ്ങനെ എഴുതി വെക്കാതെ നമ്മൾ കുറച്ചുകൂടെ ആധികാരികമായിട്ട് എഴുതുന്നതിലാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ദ സ്പീക്കർ ഇസ് മോഡേൺ ഇൻ ഔട്ട്ലുക്ക്, ഓപ്പൺ മൈൻഡഡ് ആൻഡ് ഫ്ലെക്സിബിൾ. സ്പീക്കർ പുരോഗമനവാദിയാണ്, ഓപ്പൺ മൈൻഡ് ആണ്, അതായത് എന്തും തുറന്നു പറയുന്ന ആളാണ്, ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ വളയുന്നത് എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ ആ ഒരു അർത്ഥമല്ല. ഇവിടെ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ഏത് സാഹചര്യത്തോടും ഇണങ്ങിപ്പോകുന്നത് എന്നുള്ള അർത്ഥം.
മറിച്ച് നെയ്ബർ ആണെങ്കിലോ ഹി ഈസ് ട്രഡീഷണൽ ഇൻ ആറ്റിറ്റ്യൂഡ്, ഓൾഡ് ഫാഷൻഡ്, റിസർവ്ഡ് ആൻഡ് റിജിഡ്. അദ്ദേഹം പ്രാചീന ചിന്താഗതിയുള്ള ആളാണ്, ഓൾഡ് ഫാഷൻഡ് ആണ്, റിസർവ്ഡ് ആണ്, ഉൾവലിഞ്ഞ സ്വഭാവമുള്ള ആളാണ്, ആരോടും അങ്ങനെ തുറന്ന് സംസാരിക്കത്തില്ല, റിജിഡാണ്, കർക്കശക്കാരനാണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ അതിലങ്ങ് ഉറച്ചു നിൽക്കും. നമ്മുടെ പോയറ്റ് ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞു. ഏതൊരു സാഹചര്യത്തോടും ഇണങ്ങി പോകുന്ന ടൈപ്പാണ് പോയറ്റ്. പക്ഷേ നെയ്ബർ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ്. ഹി സ്റ്റിക്സ് ഓൺ ടു ദി ഏജ് ഓൾഡ് സേയിങ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചിട്ടും നെയ്ബർ ഈ ഒരു പഴയ ചൊല്ലിൽ അങ്ങ് ഉറച്ചു നിൽക്കുകയാണ്. എന്താണ് ആ ചൊല്ല്? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുണ്ടെങ്കിലേ നല്ല അയൽക്കാരായിട്ടിരിക്കാൻ പറ്റുകയുള്ളൂ. ഫ്രോസ്റ്റ് വാൾ ഇസ് ബോത്ത് ലിറ്ററൽ ആൻഡ് ഫിഗറേറ്റീവ്. ഫ്രോസ്റ്റിൻ്റെ മതിൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് അക്ഷരാർത്ഥത്തിലും ആലങ്കാരികമായിട്ടുമാണ്. വാൾ സിംബലൈസസ് ദ ഡിവിഷൻ ബിറ്റ്വീൻ ദി പ്രോപ്പർട്ടീസ് ഓഫ് നെയ്ബേഴ്സ് ലിറ്ററലി. വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അന്വർത്ഥമാക്കുന്ന വിധം രണ്ട് അയൽക്കാർ തമ്മിലുള്ള അവരുടെ സ്ഥലത്തിനെ വേർതിരിക്കുന്ന ആ ഒരു മതിൽ, അങ്ങനൊരർത്ഥവുമുണ്ട്. കൂടാതെ ഇൻ എ ഡീപ്പർ സെൻസ് ഇറ്റ് ഈസ് ദി വാൾ ബിറ്റ്വീൻ പീപ്പിൾ. ഒന്നുകൂടെ ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത് ആൾക്കാർ തമ്മിലുള്ള മതിലാണ്. പ്രോപ്പർട്ടി തമ്മിലുള്ള മതിലല്ല, ആൾക്കാർ തമ്മിലുള്ള മതിൽ. It can be social, communal, racial, sexual, political and cultural walls. Interestingly, the same wall separates the neighbor and unites them. രസകരമായിട്ടുള്ള കാര്യം എന്തെന്നാൽ ഒരേ മതിൽ അയൽക്കാരെ തമ്മിൽ അകറ്റുകയും ചെയ്യുന്നു, അവരെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു. They meet every year and work together as a team because of the wall. എല്ലാ വർഷവും ആ അയൽക്കാർ തമ്മിൽ കണ്ടുമുട്ടുന്നതും ഒരുമിച്ച് ഒരു ടീം വർക്കിൽ ഏർപ്പെടുന്നതും എന്തുകൊണ്ടാണ്? ഈ മതിലുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പം മതിൽ അവരെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു. Mending Wall is autobiographical in the sense that it recalls real-life events occurring between the poet and his neighbor Napoleon Gay while staying in New Hampshire from 1900 to 1909. മെൻഡിങ് വാൾ ആത്മകഥാംശമുള്ള ഒരു കവിതയാണ്. യഥാർത്ഥത്തിൽ 1900 മുതൽ 1909 വരെ ന്യൂ ഹാംഷയർ, US-ലുള്ള ന്യൂ ഹാംഷയറിൽ റോബർട്ട് ഫ്രോസ്റ്റും അദ്ദേഹത്തിൻ്റെ അയൽക്കാരൻ നെപ്പോളിയൻ ഗേയും തമ്മിൽ നടന്ന യഥാർത്ഥ ലൈഫ് ഈവൻസ് ആണ് ഈ കവിതയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. In fact, the poem's most popular line, "Good fences make good neighbors," was frequently said by Gay during their long walks. ഈ കവിതയിലെ ഏറെ ജനശ്രദ്ധ ആകർഷിച്ച "ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്" എന്ന ആ വരി യഥാർത്ഥത്തിൽ നെപ്പോളിയൻ ഗേ റോബർട്ട് ഫ്രോസ്റ്റിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അവർ നടക്കാൻ പോകുന്ന സമയത്ത്. The poem is rich in figures of speech. ഒരുപാട് ആലങ്കാരിക പ്രയോഗങ്ങൾ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. Metaphor is used throughout the poem where wall stands for physical and mental division between neighbors. കവിതയിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ആണ് മെറ്റാഫർ. മാനസികവും ശാരീരികവുമായിട്ടുള്ള അകൽച്ച, അതിനെയാണ് മതിലിനോട് കമ്പയർ ചെയ്തിരിക്കുന്നത്. മെറ്റാഫർ എന്ന് പറയുന്നത് അതുപോലെ എന്നല്ല അതിൻ്റെ അർത്ഥം, അത് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് മനസ്സുകൾ തമ്മിലുള്ള അകൽച്ച ആണ് മതിൽ, അതുപോലെ ഫിസിക്കൽ ഡിവിഷൻ ആണ് മതിൽ. ഓക്കെ, ലോവ്സ് ആൻഡ് ബോൾസ് ആർ മെറ്റാഫേഴ്സ് ഫോർ സ്റ്റോൺ. ബ്രെഡ് കഷ്ണം പോലെയും ബോൾ പോലെയും ഒക്കെ ഇരിക്കുന്ന കല്ലുകൾ, അത് മെറ്റാഫറാണ്, കല്ലിന് മെറ്റാഫറാണ്, ബ്രെഡ് കഷ്ണവും ബോളും. ഓക്കെ, ചില കല്ലുകൾ ബ്രെഡ് കഷ്ണമാണ്, ചില കല്ലുകൾ ബോളാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. An interesting usage of metaphor can be found when the poet says, "He is all pine and I am apple orchard." രസകരമായിട്ട് മെറ്റാഫർ ഉപയോഗിച്ചിരിക്കുന്നത് കവി എന്ത് പറയുമ്പോഴാണ്? ഹി ഇസ് ഓൾ പൈൻ, അദ്ദേഹം നെയ്ബറിനെ കുറിച്ച് പറയാണ്, നെയ്ബർ പൈനാണ്, ഞാൻ ആപ്പിൾ ഓർച്ചഡ് ആണ് എന്ന്. പൈൻ മരത്തെ പോലെയല്ല, പൈൻ ആണ്. അപ്പം മെറ്റാഫർ.
Another kind of outdoor game is a metaphor for the process of mending wall. ഈ മതിൽ റീബിൽഡ് ചെയ്യുന്ന, മതിൽ പണിയുന്ന ആ പ്രവൃത്തിയെ മറ്റൊരു ഔട്ട്ഡോർ ഗെയിമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വോളിബോൾ പോലെ ഒരു ഗെയിമായിട്ട്. അതും ഒരു മെറ്റാഫറാണ്. മെറ്റാഫർ എല്ലാം കൂടി തിരഞ്ഞെടുത്ത് ഞാൻ ഒരു പാരഗ്രാഫ് ആക്കിയിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫിൽ നമുക്ക് സിമിലിയൊക്കെ നോക്കാം. Simile is used when the poet says the neighbor is like an old stone savage armed. പോയിട്ട് പറയത്തില്ലേ നെയ്ബർ ഒരു ആദി മനുഷ്യനെ പോലാണെന്ന്. അവിടെ സിമിലിയാണ്. അതുപോലെ എന്നാണ്. ലൈക്ക് കണ്ടോ. The word offense is a pun which sounds like a fence. പൺ എന്താണെന്നൊക്കെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒഫെൻസ്, എഫെൻസ് എന്നൊക്കെ. ഓക്കെ, അതൊന്നുകൂടെ ഒന്ന് കേട്ടാൽ മതി കേട്ടോ. The poet personifies the apple trees in the lines. ആപ്പിൾ മരങ്ങളെ പെർസോണിഫൈ ചെയ്തിട്ടുണ്ട്. My apple trees will never get across and eat the cones under his pines. എൻ്റെ ആപ്പിൾ ട്രീകൾ നടന്നുപോയി അപ്പുറത്തെ തോട്ടത്തിലെ പൈൻ മരത്തിൻ്റെ കോൺ കടിച്ച് തിന്നത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പേഴ്സണിഫിക്കേഷനാണ്. Repetition is used to emphasize the two significant lines. Something there is that doesn't love a wall and good fences make good neighbors. ഈ രണ്ട് വരികളാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രണ്ട് വരികൾ. അതിനെ ഒന്നുകൂടി എടുത്തു പറയാനായിട്ട് ഈ വരികൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കവിതയിൽ. Inversion used in the line something there is that doesn't love a wall adds to the beauty of the poem. There is something that doesn't love a wall എന്ന് നേരെ എഴുതേണ്ട സെൻറ്റൻസിനെ മറിച്ചാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? തലതിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. സംതിങ് ദർ ഇസ് ദറ്റ് ഡസൻറ്റ് ലവ് എ വാൾ. ആ ടെക്നിക്കിൻ്റെ പേരാണ് ഇൻവേർഷൻ. അത് ആ കവിതയ്ക്കൊരു ഒരു ബ്യൂട്ടി കൊടുക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. The device apostrophe can be seen in the lines stay where you are until our backs are turned. എപ്പോസ്ട്രഫി എന്ന് പറഞ്ഞാൽ എന്താ? ഇനാനിമേറ്റ് ആയിട്ടുള്ള എന്തിനോടെങ്കിലും, ജീവനില്ലാത്ത അല്ലെങ്കിൽ അവിടെ പ്രസൻ്റ് അല്ലാത്ത എന്തിനോടെങ്കിലും സംസാരിക്കുന്നതിനാണ് എപ്പോസ്ട്രഫി എന്ന് പറയുന്നത്. ഇവിടെ കവി എന്തിനോടാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ബോൾഡേഴ്സിനോടാണ്. ബോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഉരുളൻ കല്ലുകളോടാണ് പറയുന്നത്. അനങ്ങിപ്പോകരുത്, അവിടെ നിന്നോണം എന്ന്. The central idea of the poem is that nature doesn't like walls or separation. ഈ കവിതയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കേന്ദ്രമായിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് പ്രകൃതിക്ക് പോലും മതിലുകൾ, സെപ്പറേഷൻ ഇഷ്ടമല്ല എന്നുള്ളതാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി presence of wall between properties does ensure a quality relationship between the two neighbors. പക്ഷേ സത്യത്തിൽ രണ്ട് വ്യക്തികളുടെ വസ്തുക്കളുടെ ഇടയിൽ, രണ്ട് അയൽക്കാരുടെ വസ്തുക്കളുടെ ഇടയിൽ ഒരു മതിലുള്ളത് അവരുടെ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Even if the neighbors are friendly, we cannot give them unlimited freedom in our house. നെയ്ബേഴ്സ് എത്ര ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാലും അതിര് കവിഞ്ഞൊരു സ്വാതന്ത്ര്യം നമ്മൾ നമ്മുടെ വീട്ടിൽ അവർക്ക് കൊടുക്കത്തില്ല, അല്ലേ? അത് ശരിയല്ല. ഇറ്റ് ഈസ് ഗുഡ് ടു കീപ്പ് എ സേഫ് ഡിസ്റ്റൻസ്. ഒരു സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ പ്രൈവസി. നമ്മുടെ സ്വകാര്യതയ്ക്ക് നമ്മൾ മൂല്യം കൽപ്പിക്കണം, അല്ലേ? അപ്പം നമ്മുടെ സ്വകാര്യത നമ്മളുടെ മാത്രം സ്വകാര്യതയായിട്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? മറ്റുള്ളവരുമായിട്ടൊരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അയൽക്കാരെയൊക്കെ വീട്ടിൽ കയറി മേയാൻ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ സ്വകാര്യതയ്ക്ക് അതൊരു കോട്ടം തട്ടും. ഇൻ ഓർഡർ ടു എൻഷുർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, നമ്മുടെ സുരക്ഷയ്ക്ക് ഏറ്റവും നല്ലത് അതാണ്. ഇത് ഒരു മോഡൽ അനാലിസിസ് ആണ്, ക്രിട്ടിക്കൽ അനാലിസിസ് ആണ്. നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ഇതൊരു ബുക്കിലേക്ക് എഴുതിയെടുക്കുക. തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് തന്നെ കിട്ടും. പോയറ്റിക് ഡിവൈസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, സെൻട്രൽ ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ കവിതയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്രിട്ടിക്കൽ അനാലിസിസിനകത്ത് തന്നെ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ഹാപ്പി ലേണിംഗ്.